ഞാൻ വിഷ്ണു. ഇതെൻ്റെ കഥയാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് ഇതിൻ്റെ ക്ലൈമാക്സ് ആണ്. ഏതാനും നാളുകൾക്ക് മുമ്പ് കോളേജിലെ പഠനം കഴിഞ്ഞ് ഒരു ജോലിക്കായി നെട്ടോട്ടോടുന്ന സമയത്താണ് ആ കമ്പനിയിൽ നിന്നും ഇൻ്റർവ്യൂവിനായി വിളിക്കുന്നത്. പതിവ് പോലെ റൗണ്ട്സൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ റിസൾട്ടുമായി HR മാനേജർ വന്നു. ജീവിതത്തിൽ കേൾക്കാൻ ഒരുപാട് ആഗ്രഹിച്ച വാക്കുകൾ ഞാൻ അന്ന് കേട്ടു. ഞാൻ സെലക്റ്റഡായി. എനിക്ക് ജോലി കിട്ടി. അതൊരു പുതിയ ലോകമായിരുന്നു. പുതിയ ചുറ്റുപാടുകൾ, തികച്ചും അപരിചിതങ്ങളായ മുഖങ്ങൾ. എനിക്കെല്ലാം ഒരു പുതുമയായിരുന്നു, ഒരു തുടക്കക്കാരൻ്റെ പുതുമ. ഒപ്പം ആദ്യ ജോലിയുടെ ഉത്കണ്ഠകളും. ഓരോ ദിവസം കഴിയുമ്പോഴും ജീവിതം കൂടുതൽ കളർഫുൾ ആയതുപോലെ തോന്നി. പുതിയ കൂട്ടുകാർ, തമാശകൾ, സന്തോഷം നിറഞ്ഞ ദിവസങ്ങൾ. ആ ദിവസങ്ങളുടെ മറ്റൊരു സമ്മാനമായിരുന്നു അവൾ, ദിവ്യ. ആദ്യം ഒരു സുഹൃത്ത്, പിന്നീട് സൗഹൃദം വളർന്ന് ഒരു പ്രണയം. ദി മോസ്റ്റ് കളർഫുൾ ഡേയ്സ്. പക്ഷേ ആ സന്തോഷങ്ങൾക്കൊന്നും അധികം ആയുസ്സുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ജോലിഭാരം കൂടി വന്നു. എത്ര ചെയ്തിട്ടും തീരാത്ത ജോലികൾ. ഒറ്റയ്ക്ക് ഓഫീസിൽ തീരാത്ത വർക്കുമായി ഞാൻ തനിച്ചായ പല രാത്രികൾ. കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. മാനേജർ എൻ്റെ വർക്കിൽ തീരെ സംതൃപ്തനായിരുന്നില്ല. എത്ര നന്നായി ചെയ്താലും മാറ്റി ചെയ്യേണ്ട അവസ്ഥ. തികച്ചും നിരാശയും ദുഃഖവുമായി നിൽക്കുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി. മാനേജ്മെന്റ് എന്നെ പിരിച്ചുവിടാൻ തീരുമാനിച്ചു. കാരണം മറ്റൊന്നായിരുന്നില്ല. കമ്പനിയിൽ പ്രൊജക്റ്റ് കുറഞ്ഞു. 1-2 പേരെ പുറത്താക്കണം. അതിലൊരാൾ ഞാനാണ്. വളരെ സഭ്യമായ രീതിയിൽ എൻ്റെ പെർഫോമൻസ് പ്രതീക്ഷിച്ച അത്ര പോരാ എന്നും ചിലപ്പോൾ ജോലി നഷ്ടമായേക്കുമെന്നും HR മാനേജർ അറിയിച്ചു. ഒട്ടും വൈകിയില്ല. മാനേജർ അത് കൺഫേം ചെയ്തു. ഇന്ന് എൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ് ഈ കമ്പനിയിൽ. ആരോടും യാത്ര പറയാതെ, ഇനി എന്തെന്നറിയാതെ ഞാൻ ഇറങ്ങി. തിരിഞ്ഞു നോക്കാതെ ഞാൻ നടന്നു. വീണ്ടും ഒരു ജോലിക്കായി ഒരുപാട് അന്വേഷിച്ചു. ഒന്നും ശരിയായില്ല. കൂടെ ഉണ്ടായിരുന്നവരും കൂട്ടുകാരും ഒരു ഫോൺ കോൾ പോലും അറ്റൻഡ് ചെയ്യാതെ വന്ന ആ കാലഘട്ടം ജീവിതത്തെ ഒരുപാട് പക്വതപ്പെടുത്തി. അങ്ങനെ ഇനി എന്ത് എന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചു.
അതിനായി ഒരാൾ മുഖേന ഹൗസ് ബോട്ടിൽ ഒരു ജോലി ശരിയാക്കി. സത്യത്തിൽ എല്ലാവരിൽ നിന്നും ഒളിച്ചോടാനാണ് ആ ജോലി ഞാൻ ഏറ്റെടുത്തത്. പക്ഷേ വിധി തീരെ അനുകൂലമായിരുന്നില്ല. കൂടെ വർക്ക് ചെയ്തവർ അവിടെ വന്നു. അവർ എന്നെ എപ്പോഴേ മറന്നിരുന്നു. അവർ മാത്രമല്ല, അവളും. പെണ്ണ് അന്നും ഇന്നും ഒരുപോലെ തന്നെ. പക്ഷേ ഇതൊന്നും എന്നെ തളർത്തിയില്ല. ഞാൻ ജോലി തുടർന്നു. കിട്ടിയ കാശ് പതിവ് പോലെ കൂട്ടിവെച്ചു. എൻ്റെ ലക്ഷ്യത്തിനായി, ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച എൻ്റെ ജോലിക്കായി. അതെ, കിട്ടിയ കാശ് കൂട്ടിവെച്ച് ഞാനൊരു സ്ഥലം പാട്ടത്തിനെടുത്തു. അവിടെ രാസവളമോ കീടനാശിനിയോ ഒന്നുമില്ലാതെ ഞാൻ കൃഷി തുടങ്ങി. ആരെയും ആശ്രയിക്കാത്ത, ആർക്കും സ്റ്റാറ്റസ് കൊടുക്കാത്ത ഒരു ജോലി, എൻ്റെ സ്വന്തം ജോലി. ഞാനിപ്പോൾ സന്തുഷ്ടനാണ്. എനിക്ക് വേണ്ടി, ഈ നാടിനു വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ള സന്തോഷം. അതിലുപരി ഈ മണ്ണിൻ്റെ നനവ് തരുന്ന നന്മയും സമാധാനവും. ജീവിതത്തിൽ ജയിച്ചു എന്ന് പറയുന്നില്ല, പക്ഷേ തോറ്റിട്ടില്ല.